സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലെ ഒഴിവുകളെല്ലാം 3 ആഴ്ചയ്ക്കുള്ളിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി സർക്കാർ. ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഭരണപരിഷ്കാര വകുപ്പ് കത്ത് നൽകി. ഒഴിവുകൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. താൽക്കാലിക നിയമനങ്ങളിലും PSC പരീക്ഷകളിലും വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് സർക്കാരിന്റെ നടപടി. UGC നെറ്റ് പരീക്ഷയിലെ കൂട്ടക്ഷര തെറ്റുകൾക്ക് പിന്നാലെ വാർത്തയിലേക്കാണ്. കേതൻ അഗർവാൾ കൊലപാതക കേസിലെ പ്രതി സിയ ഗോയലിന്റെയും കാമുകൻ ചേതന്റെയും കസ്റ്റഡി ഇന്ന് തീരും. തെളിവെടുപ്പിനിടെ സിയ മാധ്യമങ്ങൾക്ക് നേരെ അശ്ലീലാംഗ്യം കാണിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പൂനെ റൂറൽ പോലീസ് മാർക്കറ്റ് യാർഡിലെ സിയയുടെ വസതിയിൽ തെളിവെടുപ്പിന് ശേഷം ഗോവണി ഇറങ്ങുന്നതിനിടയിലാണ് മാധ്യമങ്ങൾക്ക് നേരെ സിയ നടുവിരൽ ഉയർത്തിക്കാട്ടുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ സിയയ്ക്കെതിരെ വ്യാപക വിമർശനമുയർന്നു. ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും പ്രതിക്ക് പശ്ചാത്താപമില്ലെന്ന് ദൃശ്യങ്ങൾ കണ്ടവർ വിമർശിച്ചു. പ്രതികളെ ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം പ്രതികളെ നുണ പരിശോധനയ്ക്ക് നടത്താൻ പോലീസ് കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട്. ബംഗളൂരു ബ്രൂക്ക്ഫീൽഡിലെ കേപ്പ് ജെമിനി IT ക്യാമ്പസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഡേ കെയർ സെന്ററിൽ കുഞ്ഞുങ്ങൾക്ക് നേരെ നടന്ന ക്രൂര പീഡനത്തിൽ 2 ജീവനക്കാർ അറസ്റ്റിൽ. കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച 2 ആയമാരാണ് അറസ്റ്റിലായത്. ഇവർ ഇന്നലെ ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചപ്പോഴും ഹാജരായിരുന്നില്ല. കേസിൽ പ്രതി ചേർത്തിട്ടുള്ള 3 ആയമാർ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് HIL പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസസ് ഡയറക്ടർ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിന് കത്തയച്ചിട്ടുണ്ട്. ഡേ കെയറുകളുടെ ദൈനംദിന പ്രവർത്തനം നിരീക്ഷിക്കണം, കുട്ടികളെ നോക്കുന്ന ആയമാരടക്കമുള്ള ജീവനക്കാർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തയച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടകത്തിലെ എല്ലാ ഡേ കെയർ സെന്ററുകളുടെയും പ്രവർത്തനം കർശനമായി പരിശോധിക്കാനാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. കരയുമ്പോൾ വായടപ്പിക്കാനായി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുള്ളിൽ കയറ്റിയിരുത്തുക, വാഷ്റൂമുകളിൽ പൂട്ടിയിടുക, ടോയ്ലറ്റ് ക്ലീനിംഗ് സ്പ്രേയർ ഉപയോഗിച്ച് വായിലേക്ക് നേരിട്ട് വെള്ളം അടിക്കുക തുടങ്ങിയ അതിക്രൂര പീഡനങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് നേരെയുണ്ടായത്.